അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സ്റ്റഡി ബ്രില്യൻറ്റിൽ മാത്രമേ ചെയ്യാൻ സമയമുള്ളൂ. എക്സ്ട്രാ മെറ്റീരിയൽസ് ചെയ്യാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കും തുടക്കത്തിൽ എല്ലാം ഒന്നും ഫുള്ളി ചെയ്ത് തീർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചില കോമ്പിനേഷൻസ് വരുമ്പോഴത്തേക്കും, സിമ്പിൾ ചാപ്റ്ററിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ആട്ടെ, സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി പാക്കേജ്, വർക്ക് ബുക്ക്. ഞങ്ങളുടെ വർക്ക് ബുക്കും ഇതിൻ്റെ ലെവലാണ് ഇപ്പോഴത്തേന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുമായിരുന്നു. സോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അരിഹന്ത ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അരിഹന്തിനകത്ത് ഈ ഫസ്റ്റ് ആ ചാപ്റ്ററിനകത്ത്, അതായത് ഹരിഹന്തിനകത്ത് MCQ കുറച്ച് സെഷനുണ്ട്, അസർഷൻ റീസണുണ്ട്, പിന്നെ മൾട്ടിപ്പിൾ ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഇതിനകത്താകെ ഞാൻ ആ സമയത്ത്, ആ എക്സാമിൻ്റെ അതേ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് MCQ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഈ അസർഷൻ റീസൺ, മൾട്ടിപ്പിൾ അതൊന്നും ചെയ്യാനുള്ള സമയം എല്ലാത്തിനും കൂടെ കിട്ടില്ല. കാരണം സുവോളജി കാണും, ബോട്ടണി കാണും, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ഈ 4 ഉണ്ടല്ലോ. അപ്പം നമുക്ക് എല്ലാ ചാപ്റ്ററിനും ഈക്വലായിട്ട് ടൈം കൊടുക്കാൻ പറ്റും. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ കൊണ്ടും ഞാൻ അസർഷൻ റീസണും ചെയ്യാൻ നിൽക്കില്ല, പകരം ഇത്രയും മാത്രമേ ചെയ്യാൻ നിൽക്കൂ. അപ്പോൾ ആ ചാപ്റ്ററിനകത്ത് അത്രയും ചെയ്തല്ലോ, ചെയ്തതിൻ്റെ സൈഡിൽ ഞാനൊരു ടിക്കറ്റ് വെക്കും, ഇന്ന ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അടുത്തത് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ചില ചാപ്റ്ററിനകത്താണെങ്കിൽ നമുക്കൊന്നും, ഇപ്പോൾ ഈ റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ എനിക്ക് അരിഹന്തൊന്നും ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ആനിമൽ കിങ്ഡത്തിനകത്താണെങ്കിൽ നമുക്ക് ചെയ്യാൻ സമയം കുറച്ച് കിട്ടും. പിന്നെ രണ്ടാമത്തെ ഒളിപ്പിച്ച ബന്ധമൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. സോ ഇറ്റ് ഡിഫേഴ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്കൊന്നും ഞാൻ ആദ്യം ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞു. മോഡൽ എക്സാമിൻ്റെ സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. സോ ഇങ്ങനെ അല്ലാതെ നമുക്ക് എല്ലാം തന്നെ ആദ്യ തവണ ചെയ്യണമെന്നില്ല. അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ച് കുളവാക്കിയ ആളാണ് ഞാൻ. സോ ഒരിക്കലും ഒരു ദിവസം നമുക്ക് ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ച തിയറി പെർഫെക്റ്റാക്കി അറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കറിയാത്തൊരു തിയറി നിങ്ങൾ പുതിയതായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ആ തിയറി എന്ന് വരുന്ന ഏതെങ്കിലും ടോപ്പിക്കിലെ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാനുള്ള പവർ കിട്ടിയിട്ടുണ്ടോ? ഇത്രയും മാത്രം. ഇതൊക്കെ ചെയ്താൽ, അല്ലാതെ നമുക്ക് ഇത്രയും ചെയ്താൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് പോയിൻ്റാണ്. നമുക്കെല്ലാം നീറ്റിന് ഏതാണ് ഒറിജിനൽ, നീറ്റിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ എങ്ങനെ രീതിയിലാണ് ചോദിക്കുന്നതെന്നോ സെയിം രീതിയിൽ തന്നെ ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. സോ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? തിയറി നന്നായിട്ട് അറിയണം. അപ്പോൾ അറിയാത്ത തിയറിയുടെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചെയ്യുക. ബട്ട് ഇപ്പം തന്നെ നിങ്ങളൊരു ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ എടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടി, സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എങ്കിൽ ആ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2 മണിക്കൂറും 3 മണിക്കൂറും കളയാൻ വേണ്ടി നിൽക്കേണ്ട. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്ത തെറ്റിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സോ ഇപ്രാവശ്യം ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സമയം കളയാൻ നിന്നില്ല. പകരം ഒരു ചാപ്റ്റർ എടുത്തപ്പോഴത്തേക്കും, ഇപ്പം ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ ആവട്ടെ, ഏത് മെറ്റീരിയലാണെങ്കിലും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ അരിഹന്തോ ഏത് ബുക്കാണ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ഗോയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിടും. അപ്പോൾ അതിൻ്റെ സൈഡിൽ ടിക്ക് പോകും. ഞാൻ മറ്റേ ഓപ്ഷൻസിൽ മാർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിന് അത് വലിയുന്നില്ല. സോ ഞാൻ സൈഡിലുള്ള ടിക്കറ്റ് കേൾക്കുമായിരുന്നു. അപ്പം ഈസി ആയിട്ട് ഫസ്റ്റ് ഗോയിൽ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ഒരു മിനിമം ഐഡിയ നമുക്ക് എന്തായാലും എല്ലാ ടോപ്പിക്കിലും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ലെവൽ ആ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടി സമയം കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇത്തിരി കൂടെ ഡ്യൂറേഷനുള്ള അടുത്ത ട്രയലായിട്ട് ചെയ്യും. മൂന്നാമത്തേനകത്ത് അതിനേക്കാൾ കൂടുതൽ സമയമുള്ളത് ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു ക്വസ്റ്റിനകത്ത് ഇരിക്കേണ്ട. പിന്നെ ബയോളജി ഞാൻ ലേണിംഗ് ആപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ആ ടോപ്പിക്ക് അന്ന് തന്നെ പഠിപ്പിച്ചിട്ട് നമ്മൾ ഒരു തവണ പഠിച്ചൊരു ഓർമ്മയുണ്ടല്ലോ, അത് വെച്ച് ചെയ്ത് നോക്കിയിട്ട് ഏത് ടോപ്പിക്ക് അറിയത്തില്ല എന്നുള്ളത് അറിയാനാണ്. അല്ലാതെ എല്ലാ ക്വസ്റ്റിനും അവിടെ കിട്ടുന്നു എന്നുള്ളതില്ല. എല്ലാ ക്വസ്റ്റിനും നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരി എല്ലാം നല്ലപോലെ അറിയാൻ പറ്റും. അപ്പം നമുക്ക് നമ്മൾ മടി തോന്നുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹാർഡ് ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ അറിയില്ല എന്നുള്ള കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യുക. അല്ലാതെ ഫസ്റ്റ് ഗോയിൽ തന്നെ എല്ലാ മെറ്റീരിയൽസും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് കഴിഞ്ഞിട്ട് മറ്റേ മെറ്റീരിയൽസ് ചെയ്യാൻ ചിന്തിക്കുകയോ വേണ്ട. അത് സംഭവിക്കുന്ന കാര്യമല്ല. അതിന് നമുക്കൊന്നെങ്കിൽ കോമ്പിനേഷനിൽ വരുന്ന സബ്ജക്ട്സ് ഈസി ആവണം, നമുക്കൊന്നുകൂടി നല്ലപോലെ അറിയുന്ന ടൈപ്പ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മെറ്റീരിയൽസും ചെയ്യാൻ പറ്റുള്ളൂ. തുടക്ക സമയത്ത് എനിക്ക് പോലും സ്റ്റഡി പാക്കേജ് ഒത്തിരി കട്ടി വരുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് വർക്ക് ബുക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു.
സോ ഞാൻ എന്ത് ചെയ്യും, ചെയ്യാൻ പറ്റുന്ന ഞാൻ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ബുക്കിന്. അപ്പോൾ ഓരോ ചാപ്റ്ററിനകത്ത് ഞാൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് 1 ഗോയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിടും, അല്ലാത്തത് ഞാൻ വർക്ക് ബുക്കിൽ മാർക്ക് ചെയ്തിടും. അപ്പോൾ സൊല്യൂഷൻ വരുമ്പോഴത്തേക്കും ഈ സൊല്യൂഷൻ നോക്കിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ച് ഞാൻ ചെയ്യും. അപ്പം ചിലപ്പോൾ ചില ടോപ്പിക്സ് എനിക്ക് ഭയങ്കര പാടുള്ളത് അത് ചെയ്യില്ല. പുതിയ ഈവൻ അരിഹന്ത് പോലും ഞാൻ ചെയ്യാറില്ല. സോ നിങ്ങൾക്കൊരു ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇറ്റ്സ് ടു നോർമലാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് ഇപ്പം ഒരു ചാപ്റ്ററിൽ തന്നെ അരിഹന്ത് ഞാൻ മുഴുവനായിട്ട്, ഈവൻ ആനിമൽ കിങ്ഡത്തിലെ ഞാൻ മുഴുവനായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് കുറച്ച് ടോപ്പിക്ക് ചെയ്യാനേ സമയം കിട്ടിയുള്ളൂ. ആ ടോപ്പിക്ക് ഞാൻ ചെയ്തു. ആ ചെയ്തത് മതി. കാരണം പുതിയ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സമയം കിട്ടും. ആ സമയം കിട്ടുമ്പോഴത്തേക്കും ചെയ്ത് തന്നെ ചെയ്യാതെ ഈ ചെയ്യാത്തതുണ്ടല്ലോ, നമുക്ക് കട്ടിയായിട്ട് തോന്നിയതുണ്ടല്ലോ, അത് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് ടഫായിട്ടുള്ളതിൻ്റെ അവിടെ മാർക്ക് ചെയ്തിടുമായിരുന്നു. സോ ഞാൻ മോഡൽ എക്സാം വന്നപ്പോഴത്തേക്കും അരിഹന്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം MCQ ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേക്കും MCQ ഞാനത് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിനകത്ത് കട്ടിയായിട്ടുള്ളത് സ്റ്റഡി പാക്കേജ് വർക്ക് ബുക്ക് അതിനകത്തൊക്കെയുള്ള ഹാർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. പിന്നെ ഈ അരിഹന്തിനകത്ത് ഞാൻ ഫോളോ ചെയ്ത അരിഹന്ത് ആയതുകൊണ്ടാണ് പറയുന്നത്. ഈ എന്താണ് സംഭവം ഉണ്ടല്ലോ, അസേർഷൻ റീസൺ, മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ, മാട്രിക്സ് മാച്ച്, അതും ഉണ്ടായിരുന്നു. സോ അത് ഞാനാണെങ്കിൽ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്കൊരു ചാപ്റ്റർ ഫുള്ളി വേറൊരു ഗൈഡ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര നോർമൽ. അത് ചിന്തിക്കുക വേണ്ട. നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ പോസിറ്റീവാണ്. കാരണം എനിക്ക് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സോ എന്നേക്കാൾ ബെറ്ററാണ് നിങ്ങൾ. അപ്പം ആ ഒരു ഡിഫറൻസ് വരും. കുറച്ച് ചാപ്റ്റേഴ്സിന് മാത്രമേ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ചാപ്റ്റേഴ്സൊന്നും മുഴുവനായിട്ടൊന്നും ചെയ്യില്ല. പി ബ്ലോക്ക് ഒക്കെ ഞാൻ ഒത്തിരി സമയമെടുത്ത് ചെയ്ത ചാപ്റ്റേഴ്സാണ്. ആ കോമ്പിനേഷൻ അനുസരിച്ചിരിക്കും. ജെനറ്റിക്സ് ഒക്കെ ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് ചെയ്തത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് അവധിയും കൂടി വരുമല്ലോ, ലീവ് കിട്ടുമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്കും മറ്റേത് 24 മണിക്കൂറിനകത്ത് നമ്മൾ ഉറങ്ങുന്ന സമയം, നമുക്ക് ബേസിക് നീഡ്സ് ചെയ്യേണ്ട സമയം, തിയറി ക്ലാസ്സിന് പോകേണ്ട സമയം, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തെ നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ കാര്യമാണ്. നമുക്കറിയാത്തൊരു തിയറിനകത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മിനിമം ചെയ്തേക്കും. ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും എനിക്കറിയാത്തൊരു തിയറിനകത്ത് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അത് കിട്ടണമെന്നുള്ള ഉറപ്പൊന്നുമില്ല. സോ ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. അത് ഭയങ്കര നോർമലാണ്. എനിക്കും പറ്റുന്നില്ലായിരുന്നു. നിങ്ങൾ എന്താണ് മോഡൽ എക്സാം വരുമ്പോഴത്തേക്കും അത് ചെയ്ത് തീർക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾ സ്റ്റഡി പാക്കേജും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തീരെ കിട്ടുന്നില്ല അത് മാർക്ക് ചെയ്ത് വെക്കുക. അടുത്തൊരു റൗണ്ട് വരുമ്പോഴത്തേക്കും ആ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാൻ നോക്കുക. അപ്പം അത് വീണ്ടും ഒന്നും കൂടി ശ്രമിക്കുക, ചോദിക്കുക, മനസ്സിലാക്കുക. വർക്ക് ബുക്കിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസൊന്നും കിട്ടില്ല. എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ചിലവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. സോ ഞാൻ വർക്ക് ബുക്കിനകത്ത് സൊല്യൂഷൻസ് വരുമ്പോൾ ചോദിക്കും. പിന്നെ എൻ്റെ റൂംമേറ്റ്സിനോട് ചോദിക്കും. അവളുമാർ എനിക്ക് പറഞ്ഞു തരും. നമുക്കറിയാത്ത നമ്മൾ കൂടുതൽ സമയം എടുത്തു അതേ തന്നെ ഇരിക്കാതെ ചിലപ്പോൾ ഒരാളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടും. സോ സ്പെൻഡ് ചെയ്യുന്ന ടൈം, നിങ്ങൾക്ക് എക്സാമിനകത്ത് ഒരു ക്വസ്റ്റിന് 1 മിനിറ്റേ കിട്ടുന്നുള്ളൂ. ആ അനുസരിച്ച് തന്നെ ഇത് ചെയ്യുക. പിന്നെ വീക്ക്ലി എക്സാമിൻ്റെ മാർക്ക് എൻ്റെ വെച്ച് ചോദിക്കുന്നതിനായിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലെവൽ ഓഫ് എക്സാമിനേഷൻസിന് ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ A+ എക്സാം 1 മണിക്കൂറിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ അതിനകത്ത് എല്ലാം നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ റാങ്ക് ലിസ്റ്റിനകത്ത് നമ്മുടെ റാങ്ക് വരും. അതെന്താ വെച്ചാൽ നമുക്ക് നല്ല റാങ്ക് വരുന്നത് മാക്സിമം ശരിയാക്കുക എന്നുള്ള പ്രോസസ്സാണ്. സോ ആ എക്സാമിൻ്റെ ടൈറ്റ്നെസ് ഇല്ലായിരുന്നു ഞങ്ങളുടെ മറ്റേ എക്സാമിന്. സോ എക്സാം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേറെ വർഷത്തിൽ പഠിച്ച ഒരാളുടെ ഇത് വെച്ചിട്ട് എനിക്ക് 2-3 ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഒത്തിരി ഡിഫറൻസ് വരുന്നില്ലായിരുന്നു. പക്ഷെ ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടുമായിരുന്നു. സോ എക്സാമിൽ ഇപ്പം എൻ്റെ സമയത്ത് എക്സാം നടത്തിയ സെയിം ലെവലിലേക്ക് അല്ലല്ലോ ഇപ്പം. അപ്പോൾ ആ ഡിഫറൻസ് വരും. സോ നിങ്ങൾ അത് ടെൻഷൻ അടിച്ചിട്ട് റാങ്ക് ഇത്ര കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഇത്രയും കിട്ടൂ എന്ന് ചിന്തിക്കേണ്ട. കാരണം ഇറ്റ് ഡിഫേഴ്സ്. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കട്ടി വരുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും കട്ടി ആ സമയത്തില്ലായിരുന്നു. സോ അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങളുടെ തിയറിക്കകത്താണെങ്കിൽ എന്തുമാത്രം നിങ്ങൾ കറക്റ്റാണെന്നുള്ളത് മാത്രം. നിങ്ങൾക്കറിയാത്തൊരു തിയറി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ചാൽ ദാറ്റ് ഈസ് എ പോസിറ്റീവ്. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മെറ്റീരിയൽസും ചെയ്യാൻ ഒറ്റ തവണ തന്നെ ആദ്യത്തെ തവണ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് മോഡൽ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വെക്കേഷന് മുമ്പ് സ്പെഷ്യൽ എക്സാംസ് അവർ മോഡൽ എക്സാം ഇടുമല്ലോ, ആ സമയത്ത് ഒക്കെ നിങ്ങൾ ചെയ്യാത്തതേതോ അത് പുതിയതായിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ എണ്ണം കൂടും. അല്ലാതെ 1 ഗോയിലല്ല ഇത്. കാരണം നമുക്ക് 4 സബ്ജക്റ്റ് ഉണ്ട്. 4 സബ്ജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം.
നമ്മൾ ഒരു സബ്ജക്റ്റിന് മാത്രം കൂടുതലെടുത്താൽ മറ്റേ 3 കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ചിന്തിക്കാതെ ഒരു മിനിമം ലെവലിൽ നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ഒരു 3 ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചെയ്താൽ ഇറ്റ്സ് എ പോസിറ്റീവ്. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കാൻ. അങ്ങനെ ടെൻഷൻ അടിച്ച ആളാണ് ഞാൻ. സോ അതിനകത്ത് കാര്യമില്ല. എനിക്ക് പോലും ഫസ്റ്റായിട്ടല്ല, ആദ്യം തന്നെ ഞാൻ മുഴുവൻ ചെയ്തു തീർത്തല്ല, ഞാൻ അത് സ്പ്ലിറ്റ് ചെയ്തു. ഇറ്റ്സ് എ നോർമൽ ചീസെന്ന് ഞാൻ മനസ്സിലാക്കി. നോർമലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന പോലെ ചെയ്താൽ മതി ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കുറവെന്നുള്ള മനസ്സിലാവില്ലേ? ആ കുറവുള്ള സാധനത്തെ നിങ്ങൾ അടുത്ത ഒരു സ്ലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ചെയ്യുക. അങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മൾ കൂടുതൽ മെറ്റീരിയൽസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അല്ല ടെൻഷൻ അടിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.